കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒന്ന് ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിക്കുമോ അല്ലെങ്കിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോകുന്ന ഒരു കോൺഗ്രസിൽ നിന്നുള്ള ഒരു വ്യക്തി ആരായിരിക്കും, ഏത് നേതാവായിരിക്കും എന്നുള്ളത്. ഷാഫി പറമ്പിലായിരിക്കുമെന്നൊരു അഭ്യൂഹമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അത്രത്തോളം നിർണായകമാണ് ഒരേ സമയം UDF-നും LDF-നും. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തോൽവി ഭയം സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ ഒരു തോൽവി ഭയം കൊണ്ട് ധർമ്മടത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ ഇപ്പോഴും പറയുന്നത് പോലെ, ഇത്തവണ പറയുന്നത് പോലെ CPM-ന് മുന്നിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാം, പക്ഷേ മത്സരത്തിനില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ? എനിക്ക് ഇത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഇപ്പം നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ചോദ്യം ബാലിശമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവർ തന്നെ ഉണ്ടാക്കി വിടുന്ന അവരുടെ ആശങ്കയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. കാരണം ധർമ്മടത്ത് ഇപ്രാവശ്യം നടന്ന ഈ തൊട്ടു മുമ്പ് നടന്ന എലക്ഷനിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷം നമുക്കറിയാം. അത് അവർക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. ഇപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്ന് മാറുകയോ മാറാതിരിക്കുകയോ എവിടെ നിന്ന് മത്സരിക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയോ എന്ത് വേണോ ചെയ്ത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത്രയും ആ ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായ ഒരു അത്രയും സ്റ്റാർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തന്നെ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കും, അല്ലെങ്കിൽ UDF മുന്നണി ശ്രമിക്കും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ. അപ്പോൾ ഒരു തോൽവി സമ്മാനിക്കാൻ ചിലപ്പോൾ, കാരണം നമുക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ പിണറായി വിജയൻ ധർമ്മടത്ത് തോൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന CPM-കാരുണ്ട്. ഇപ്പോൾ പറവൂരിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പറവൂരിൽ VD സതീശനെ തോൽപ്പിക്കാനാകുമോ? ഇല്ല. അതുപോലെ നേമത്ത് ശിവൻകുട്ടിയെ തോൽപ്പിക്കാനാകില്ല, ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാനാകില്ല. അതങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഭൂരിപക്ഷമെങ്കിലും കുറക്കാൻ, അല്ലെങ്കിൽ വോട്ട് ഷെയർ എങ്കിലും കുറക്കാൻ സ്വാഭാവികമായും അത്രത്തോളം സ്റ്റാർ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കില്ലേ കോൺഗ്രസ് നിർത്തുന്നത്? കോൺഗ്രസ് ഓരോ നിയോജക മണ്ഡലത്തിലും, അത് ധർമ്മടമെന്നല്ല, ഈ പറയുന്ന എറണാകുളം എന്നല്ല, ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള അനേകരായിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ്. അത് പലപ്പോഴും CPM-ഓ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അല്ല അത് നിശ്ചയിക്കുന്നത്. അതിന് ഇപ്പം രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയൊക്കെ പുതിയ ഒരു ആശയം നിങ്ങൾ ഇതിനു മുമ്പ് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. സർവേ നടക്കുന്നുണ്ട്, ജനങ്ങളുടെ ഇടയിൽ പോയി സർവേ നടത്തുന്നുണ്ട്. അത് പല ഏജൻസികളാണ് അത് നടത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇപ്പോഴേ മുൻകൂട്ടി ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നത്? അത് ഒന്നിലധികം സ്ഥാനാർത്ഥികളുണ്ടാവും. അത് ആരാകണമെന്നുള്ളത് അവസാനം AICC ആയിരിക്കും അത് തീരുമാനിക്കുന്നത്. AICC-യിൽ തന്നെ സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, സ്റ്റേറ്റിലുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരായിരിക്കും ഫൈനൽ ഡിസിഷൻ ഇതിനെടുക്കേണ്ട. അല്ലാതെ ഒരു ഊഹാപോഹങ്ങൾക്ക് ഇടവെക്കേണ്ട ഒരു ചോദ്യമല്ല ഇത്. ഇപ്പം ഈ ഇടയ്ക്ക് എന്തോ ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്തായി ഇപ്പോൾ അല്ലേ? അതൊക്കെ ഒരു ഏതോ കുൽസിത വ്യക്തികളുടെ മനസ്സിൽ ഉദിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ. അത് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുറത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഓരോ ലിസ്റ്റൊക്കെ ഇങ്ങനെ ഇറക്കി വിടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവരുടെ ആഗ്രഹമാണ്. CPM-ൻ്റെയും മറ്റ് പാർട്ടിയുടെയൊക്കെ ആഗ്രഹമാണ്. ഞങ്ങൾ അതിൽ വലിച്ചഴിക്കാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, കൃത്യമായി ഒരു തോൽവി ഏറ്റുവാങ്ങുമെന്നുള്ള ഭയം CPM-നുണ്ടെങ്കിൽ പോലും നാണം കെട്ടൊരു തോൽവി ഒരിക്കലും ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹം അവരിൽ പലർക്കെങ്കിലും, എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ എടുത്തു തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എത്രയൊക്കെ മുൻകരുതലുകൾ എടുത്താലും, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് നയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് V ശിവൻകുട്ടിയാണ് ഇത് നയിക്കുന്നതെങ്കിൽ, അവിടെ എന്തായിരിക്കാം തിരിച്ച് ജനങ്ങളുടെ പ്രതികരണം എന്നുള്ളത് കൃത്യമായി അറിയാം. അതൊരു പക്ഷേ CPM-ന് പോലും അറിയാമെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്നാൽ CPM-ന് തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള ഭയം അവരുടെ ഉള്ളിൽ പോലും ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെയല്ലേ യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു വാക്ക്, അതായത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിക്കണം. കാരണം നമ്മൾ ഈ ഒരു വലിയൊരു UDF തരംഗമുണ്ടാക്കാൻ കാരണമായത് ഈ പറയുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളത്. ഒരർത്ഥത്തിൽ CPM-നകത്ത് നിന്ന് കണ്ട് തന്നെ CPM-നെതിരെ വോട്ട് കുത്തുന്ന ആളുകൾ ഇന്നിപ്പോൾ ഈ CPM പാർട്ടിക്കകത്ത് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ഇത് ഞാനിതിനെ നോക്കിക്കാണുന്നത് കേരളത്തെ രക്ഷിക്കാനായിട്ടുള്ള അവസാനത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്
ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഈ പറയുന്ന ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ CPM-മാർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തെന്നിരിക്കാം, മറ്റ് പാർട്ടിയിൽപ്പെടുന്ന ആൾക്കാർ പിണറായി വിജയൻ ആൻറ്റി വോട്ടുകളുടെ എണ്ണം, ഈ ആൻറ്റി ഇൻകംബൻസി വോട്ടിംഗ് ഷെയർ വളരെ കൂടുതലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. അത് ഇപ്പം ഞങ്ങൾക്ക് CPM-ൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ CPM-നെ എതിർക്കുന്ന എത്രയോ നേതാക്കന്മാരുൾപ്പെടെയുള്ള ഇപ്പോഴേ ഒരു 2 മാസം മുമ്പ് വരെയും ജി സുധാകരൻ, നമ്മുടെ ആലപ്പുഴയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വിമർശനങ്ങൾ മാത്രമല്ലേ ഉന്നയിച്ചിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള നേതാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുടെ അവസ്ഥ. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇനിയും മാറി വരും. കണ്ണൂരിൽ നടക്കുന്ന സംഭവം അറിയാമല്ലോ, ഒരു ബുക്ക് പ്രതീക്ഷിച്ച് ഞാൻ ആലോചിച്ച് പോവാണ്, ഇതേ സമയത്തല്ലേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ആർമി ചീഫ് എഴുതിയ ബുക്ക് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല, അല്ലേ? അദ്ദേഹത്തിന് അത് MM നരവണയുടെ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞോ? ഇവിടെ അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ശ്രീ പിണറായി വിജയൻ അതും ഇവിടെ ചെയ്യുമായിരുന്നു, അല്ലേ? അതെ, പാർട്ടിക്കെതിരെ ഒരു പുസ്തകം ഇറക്കാൻ പോലും അനുവദിക്കില്ല. അതെ, അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ CPM-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ ഈ പറയുന്ന വ്യക്തി പോലും CPM എന്ന് പറയുന്ന പാർട്ടി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിയെ തള്ളി പറയുന്നത് അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇതൊരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഈ പാർട്ടി എന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ പല CPM പാർട്ടി കോട്ടകൾ പോലും എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ എങ്ങനെയാണ് അവർ തോറ്റത്? അതും കൂടെ ഒന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ പൊളിറ്റിക്സിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. പണ്ട് ഷീലാ ദീക്ഷിത് എങ്ങനെയാണ് ഡൽഹിയിൽ CM ആയത്? അതൊരു ചെറിയ ഇൻസിഡൻ്റാണ്. അത് പൊളിറ്റിക്സിൽ എന്തും ഏത് നിമിഷം വേണോ നടക്കാം. ജയൻറ്റ് കില്ലേഴ്സ് എന്ന് പറയും. ചിലപ്പോൾ ചില വലിയ നമ്മൾ ഒരിക്കലും തോൽക്കില്ല എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ പല ഹിസ്റ്ററിയിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഗോലിയാത്ത് എൻ്റെ കഥ ഓർക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ജയൻറ്റ് കില്ലേഴ്സ് എപ്പോഴും പൊളിറ്റിക്സിൽ വരും. അത് പിണറായി വിജയനായിരുന്നാലും ശരി, ശിവൻകുട്ടി ആയിരുന്നാലും ശരി, അവരൊക്കെ ഈ കയ്പ് നീര് കുടിക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും. ഈ പറയുന്ന CPM-ന്റെ കോട്ടകൾ അല്ലെങ്കിൽ ഉരുക്കു കോട്ടകൾ എന്ന് പറയുന്ന പല മണ്ഡലങ്ങളും ഇപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിന് അല്ലെങ്കിൽ ഒരു ഇടത് വലത് പോരാട്ടത്തിന് വഴിവെക്കുന്ന ഒരു നിലയിലേക്ക് പോവുകയാണ്. അവർക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമല്ലേ? ഇത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ ട്രെൻഡ് കേരളം ആഗ്രഹിക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ്. കാരണം നമ്മുടെ ഖജനാവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെയൊക്കെ രക്ഷിക്കാൻ കഴിയുന്ന യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയെ പറ്റി അറിയാമല്ലോ. ബ്രെയിൻ ഡ്രെയിൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ. എൻ്റെയും നിങ്ങളുടെയൊക്കെ എത്രയോ അറിയാവുന്ന റിലേറ്റീവ്സ് പണ്ടൊക്കെ ഗൾഫ് നാടുകളിൽ പോയാൽ അവർ തിരിച്ചു വരുമെന്നെങ്കിലും നമുക്ക് അറിയാം, അല്ലേ? ഒരു വർഷത്തിൽ ഒരിക്കൽ അവർ തിരിച്ചു വരും. കുറേ നാൾ കഴിയുമ്പോൾ അവർ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇവിടെ താമസിക്കും, അല്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ വരും. ഇപ്പോൾ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താ? അവരുടെ ലൈഫ് സ്റ്റൈല് മെച്ചപ്പെടുന്നത് കണ്ട് അവരവിടെ തന്നെ നിൽക്കാനല്ലേ അവർ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ആണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ജനവിധി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും LDF-നെതിരായിട്ടുള്ളതായിരിക്കും.